കടുവയെ പ്രാഥമികമായി ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിനെ നിരീക്ഷിക്കും, ചികിത്സ ഉറപ്പാക്കും, ശേഷം മാത്രം ഡിസ്പ്ലേ. അതിൽ ഈ മേഡം സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് സ്കേൻ. കാരണം ഇത് നമ്മളുടെ ഏതെങ്കിലും തരത്തിൽ ലിസ്റ്റിൽപ്പെട്ട കേരള വനം വകുപ്പിന്റെ ഡേറ്റാബേസിൽ വിവരങ്ങളില്ലാതിരുന്ന ഒരു കടുവയാണ്. അപ്പോൾ മറ്റു സംസ്ഥാനത്ത് നിന്ന് വന്ന, സ്വാഭാവികമായി നമുക്കറിയാം വയനാടാണ് പ്രദേശം, അവിടെ നിന്ന് വന്ന കടുവയാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കുകയും ചെയ്യാം. ഏതായാലും ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, ഈ കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടി നമ്മളോടൊപ്പം ചേരും എസ്കേൻ. ഏതായാലും വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് പങ്കുവെക്കാൻ കഴിയുകയും ചെയ്യും. പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഈ കടുവയുടെ കൂടുതൽ ഇപ്പോൾ നമുക്ക് എസ്കേൻ കാണാൻ സാധിക്കും. ഈ താൽക്കാലിക കൂടിന് മുൻപിൽ ഡോക്ടർമാരുടെ ഒരു സംഘമുണ്ട്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്വാറന്റൈൻ നടപടികൾ പൂർത്തിയാക്കണം, ശേഷം നിരീക്ഷണം ഉറപ്പാക്കണം. ആ നിരീക്ഷണം ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും എസ്കേൻ ഇതിൻ്റെ ഡിസ്പ്ലേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക. മുൻപ് മേഡം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ലിസ്റ്റിൽപ്പെട്ട കടുവയല്ല. അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിൽ പെടാത്ത കടുവയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡേറ്റാബേസുകളില്ല. ഇത് ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന് നമുക്കറിയില്ല. ആ രീതിയിലുള്ള ഒരു നിരീക്ഷണം ഇതിനെ സംബന്ധിച്ചിട്ട് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ അഗ്രസീവ്നെസ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നിരീക്ഷണം ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഡിസ്പ്ലേ, ഈ കടുവയുടെ ഡിസ്പ്ലേ സംബന്ധിച്ചിട്ട് വിവരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നലെ വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ യാത്ര, കുപ്പാടിയിൽ നിന്ന് തുടങ്ങിയ യാത്ര, ആ യാത്ര അവസാനിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കടുവയെ എത്തിച്ചിരിക്കുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ദിവസമാണിത് അമരക്കുനിയിലെ ഈ ജനങ്ങളുടെ അവരുടെ സമാധാനം കെടുത്തിയത്. ജനുവരി 17-നായിരുന്നു പുൽപ്പള്ളി അമരക്കുനി തുപ്രയിൽ വെച്ച് കൂട്ടിൽ കുടുങ്ങുന്നത്. 8 വയസ്സുള്ള പെൺകടുവ എന്നുള്ളതാണ് നിലവിലിപ്പോൾ വനം വകുപ്പ് നൽകുന്ന വിവരം. കൂട്ടിൽ ഇതിനെ കിട്ടുന്ന സമയത്ത് മുന്നിലെയും പിന്നിലെയും കാലുകളിൽ പരിക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആദ്യം ഈ കുപ്പാടി 4-ാം മൈലിലുള്ള വന്യമൃഗ പരിപാലന സംരക്ഷണ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ഈ കടുവയെ എത്തിച്ചിരിക്കുന്നു. താങ്ക് യു. ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.